കോൺഗ്രസിനും അവരുടെ അണികൾക്കും ഇതുവരെ മനസ്സിലാകാത്ത ഒരു സത്യം ശശി തരൂർ ഉറക്കെ പറഞ്ഞത് സ്വാഗതാർഹം തന്നെയാണ്. ആ തിരിച്ചറിവിന് ഇത്രയും കാലതാമസം വന്നത് എന്തുകൊണ്ട് എന്നത് മാത്രം ചെറിയ അത്ഭുതമായി ബാക്കി നിൽക്കുകയാണ്. അടിയന്തരാവസ്ഥയുടെ ഭീകരമുഖത്തെക്കുറിച്ചാണ് തരൂർ ലേഖനത്തിലൂടെ വാചാലനായത്. ഇരുണ്ട ആ കാലഘട്ടത്തെക്കുറിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവൻ ശരിവെക്കുന്ന ലേഖനത്തിൽ തരൂർ വിരൽ ചൂണ്ടുന്നത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കും മകൻ സഞ്ജയ് ഗാന്ധിക്കും നേരെ തന്നെയാണ്. ഇന്ദിരയ്ക്കെതിരെ മിണ്ടാൻ പോലും പേടിക്കുന്ന കോൺഗ്രസ്സുകാർക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ഇതുണ്ടാക്കുന്ന തലവേദനയും വെപ്രാളവും എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഫാസിസത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിൻ്റെ നിഷേധത്തെക്കുറിച്ചും അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചും വാചാലരാകാറുള്ള നേതാക്കളുടെ കക്ഷിയാണ് കോൺഗ്രസ്. ഇന്ദിരയെ രാജ്യത്തിൻ്റെ പ്രതിരൂപമായി ചിത്രീകരിച്ച് ആരാധിച്ചവർ അന്നത്തെ കിരാത ഭരണത്തിൽ ഒരു പന്തികേടും അവർ കണ്ടിട്ടില്ല. അന്ന് ആ ഭീകര ഭരണത്തിൻ്റെ തിക്തഫലം അനുഭവിച്ചവർക്ക് നേരെ അതേ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്ന് വിഷം തുപ്പുന്ന തിരക്കിൽ പഴയ കാര്യങ്ങൾ അവർ മറന്നുപോയതായി നടിക്കുകയായിരുന്നു ഇത്രകാലവും. സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇത്തരമൊരു പ്രതികരണം വന്ന സ്ഥിതിക്ക് അവർക്കിനി പ്രതികരിക്കേണ്ടി വരിക തന്നെ ചെയ്യും. പ്രതികരിച്ചാൽ അന്ന് ഇരുമ്പ് മറയ്ക്ക് പിന്നിൽ നടന്ന ഭീകരതയുടെ മുഖം കൂടുതൽ പുറത്ത് വരിക തന്നെ ചെയ്യും. മറച്ചു വെച്ചിരിക്കുന്നതൊക്കെ തുറന്ന് കാട്ടപ്പെടുക തന്നെ ചെയ്യും. നേരിനെ നേരായി കാണാൻ വേണ്ട വിവരവും വിവേകവും ഉള്ളവർക്ക് എന്തെങ്കിലും തിരിച്ചറിവ് ഉണ്ടാകും എന്നുള്ളതിൻ്റെ തെളിവാണ് തരൂരിൻ്റെ നിലപാട്. രാഷ്ട്രീയ ചേരിതിരിവറുകൾക്കപ്പുറമുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായ അദ്ദേഹം ഇന്നത്തെ ഭരണത്തെ ഒളിഞ്ഞും തെളിഞ്ഞും അംഗീകരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിരിക്കുകയാണ്. അതും പ്രതിപക്ഷ നിരയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ സത്യത്തെ മറച്ചുപിടിക്കാൻ ശ്രമിച്ചവർക്ക് അതൊന്നും ദഹിക്കില്ല. രാജ്യം ദുഃഖകരവും അതിനിർണായകവുമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോഴും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു പോന്നവരാണ് പ്രതിപക്ഷ നേതാവ് രാഹുലും അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകരും. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രപ്പാടിൽ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറായവർ അത് ചെയ്യുന്നതിൽ അത്ഭുതം ഒന്നും തന്നെയില്ല. വ്യക്തമായ അഴിമതികളുടെ പേരിൽ ഇക്കൂട്ടർക്കെതിരെ നിയമപരമായി നീങ്ങുന്ന സർക്കാർ സംവിധാനങ്ങളെ അധിക്ഷേപിച്ചും പ്രതികാര നടപടിയെന്ന് ആരോപിച്ചും പിന്തിരിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഫലിക്കാതെ വന്നപ്പോൾ രക്ഷപ്പെടാനുള്ള പ്രത്യാക്രമണ തന്ത്രമായാണ് ദേശവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ചുള്ള നീക്കങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ദേശത്തെയും ദേശാഭിമാനത്തെയും സൈനികരുടെ ആത്മവീര്യത്തെയും പോലും അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് അതൊക്കെ തരം താണപ്പോൾ കോടതിക്ക് തന്നെ ഇടപെടേണ്ടതായി വന്നു. അന്നും രാഷ്ട്രീയം മാറ്റിവെച്ച് സത്യങ്ങൾ അംഗീകരിക്കുന്ന നിലപാടിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ശശി തരൂർ. ആ നിലപാടിന് രാജ്യം അർഹമായ അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രം ഏൽപ്പിച്ച ചുമതല പൗരബോധത്തോടെ പൂർത്തിയാക്കാനുള്ള ആത്മാർത്ഥത തരൂർ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടും ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും, അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെയാണ് കോൺഗ്രസ് പാളയവും കൂടെ ഉള്ളവരും ആശയക്കുഴപ്പത്തിൽ ആകുന്നത്. നാട്ടിലും വിദേശത്തും പോയി വിഴുപ്പലക്കുന്നത് പോലെയല്ല രാഷ്ട്ര മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്ന ഒരു മുറിവിനെക്കുറിച്ച് വിശകലനം നടത്തുന്നത്. അതും സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പ്രഖ്യാപിത നിലപാടിന് എതിരെ ശബ്ദം ഉയർന്ന സാഹചര്യത്തിൽ അവർ ചിന്തിക്കട്ടെ. പ്രതികരണം എന്തു തന്നെയായാലും മൂടി വെച്ചത് പലതും പുറത്തു വരാൻ അത് വഴി വെക്കുക തന്നെ ചെയ്യും.